ഫുൾ റീസ്റ്റോറേഷന് കൊടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെയായിരുന്നു എൻ്റെ സീൻ. കല്ലറയിലുള്ള അലമിരയിൽ റീസ്റ്റോറേഷന് കൊടുത്തതിന് ശേഷം ഇങ്ങനെയാണ് അവസ്ഥ. ഒന്നാമത്തെ കാര്യം, പറഞ്ഞ പെയിന്റ് അല്ല അടിച്ചത്. ഡുവൽ ടോൺ ആണ് അടിച്ചേക്കുന്നത്. ഇരുട്ടത്തൊക്കെ കണ്ട പച്ച, അല്ലാതെ വെയിലടിക്കുമ്പോൾ നീല, ആ രീതിക്കാണ് ചെയ്തേക്കുന്നത്. ഇതിൽ ഞാൻ എങ്ങനെ നോക്കിയിട്ടും പച്ച കാണുന്നില്ല, പച്ചയും കാണില്ല, നീലയും കാണില്ല. ഇത് വേറെ ഏതോ ഒരു കളറാണ്. പിന്നെ ഗ്ലാസ് എവിടെയോ കളഞ്ഞിട്ടിരുന്ന ഗ്ലാസ്സിനെടുത്ത് വെച്ച് തന്നു. ഇരുട്ടത്ത് ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇത് പുതിയ സീറ്റ് എന്നും പറഞ്ഞ് എനിക്ക് തന്നതാണ്, കീറലൊക്കെ ആയിട്ട്. വണ്ടിയുടെ ഉൾഭാഗം അല്ലമ്മി ഒന്ന് വൃത്തിയാക്കി പോലും ചെയ്തിട്ടില്ല, അത്രയ്ക്ക് മോശമാണ്. വണ്ടി പണിയാൻ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഹാൻഡിൽ വണ്ടി പണിത് തന്നപ്പം കാണാനില്ല. ഞാൻ പറഞ്ഞു ഫൈബർ ഡോർ പാഡ് വെക്കണമെന്ന്. അവൻ വേറെ ഏതോ വണ്ടിയുടെ ആക്രി ഡോർ പാഡ് എടുത്ത് വെച്ച് തന്നു. വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ബാറ്ററിക്ക് ക്ലാമ്പ് ഇല്ലാതെ അവൻ തന്നു. എൻ്റെ ക്ലാമ്പ് കിട്ടാനില്ലാന്ന് കള്ളവും. എന്നിട്ട് തൊട്ടടുത്തുള്ള ആക്സറീസ് കടയിൽ നിന്ന് ഞാൻ ക്ലാമ്പ് മേടിച്ചു. സീറ്റ് ബെൽറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ സീറ്റ് ബെൽറ്റ് വേറെ ഒരു കുഴപ്പവും ഇല്ല. അതിനകത്ത് എന്തെങ്കിലും കുരിയും കിടക്കുക എന്തെങ്കിലും ആയിരിക്കും, അല്ല വർക്ക് ആവില്ലെന്ന് പറയുന്നത്. മുന്നേ വർക്കായിക്കൊണ്ടിരുന്ന ലൈറ്റുകൾ പോലും ഇപ്പം വർക്കാവുന്നില്ല. വണ്ടി വീട്ടിൽ കൊണ്ടുവരുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സൈഡ് ഗ്ലാസ് ഡോറിനിടയ്ക്ക് ഇളകി വീണു. 7 മാസം പണിത് വണ്ടി കുളമാക്കി തന്ന് 1 ലക്ഷം രൂപയും വാങ്ങിച്ച ശേഷം അല്ലമ്മി പറഞ്ഞ വാക്കുകൾ. എടാ, നീ തന്ന പൈസ എല്ലാം ഞാൻ കൊണ്ട് കൊടുത്തു കേട്ടാ. ഇതിൽ ഒരു പൈസ ഞാൻ എടുത്തിട്ടില്ല. നീ പറഞ്ഞല്ലേ ഇതിന്റെ പകുതി പൈസ എനിക്കാണ്. നീ വന്ന് ചോദിച്ചു നോക്കടാ. നീ എന്നോട് നീ നീ പൈസ ഇല്ലെങ്കിൽ പിന്നെ വണ്ടി പണി എന്തിനാണ് വീട്ടിൽ ഇട്ടേക്കണത്? മടിച്ചിട്ട് പോടാ.